ഹായ് സൗമ്യയാണേ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? വെജിറ്റേറിയൻ ബൈറ്റ്സ് റോസ്റ്റ് ആണേ. ഇത് വന്നിട്ട് ഗുഡ് ഡോട്ടിൻ്റെ പ്രോഡക്റ്റാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സോയയാണ്. ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഗുഡ് ഡോട്ട് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നത് RCM ആണ്. RCM ഷോപ്പിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 250 ഗ്രാമാണ് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. റെഡി ടു കുക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ നല്ലപോലെ ഭക്ഷണം കഴിക്കും. ഇത് ഇതുപോലെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. നല്ല ടൈറ്റ് ചെയ്ത് നമ്മുടെ മീറ്റൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. ഇതിനെ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് സൈസിലാണോ വേണ്ടത്, കുഞ്ഞായിട്ടാണെങ്കിൽ കുഞ്ഞായിട്ട്, ഏത് സൈസിലാണെന്ന് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസിനെ ഒന്നുകിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചും എടുക്കാം. ഞാൻ ഫ്രൈ ചെയ്താണ് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിന് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാൻ സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫിന് എങ്ങനെയാണോ ഗ്രേവി തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ മുട്ട റോസ്റ്റൊക്കെ ചെയ്യത്തില്ലേ, അപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അവനവൻ്റെ ഇഷ്ടം പോലെ. തക്കാളി ചേർക്കുന്നവരുണ്ട്, ഗരം മസാല ചേർക്കാത്തവരുണ്ട്, കുരുമുളക്, അങ്ങനെ അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്കിതിനകത്ത് ഒരു ഗ്രേവി തയ്യാറാക്കാം. ഉപ്പ്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, മീറ്റ് മസാല എന്നൊക്കെ പൊടിക്കൈകളൊക്കെ നമുക്കൊരു ഗ്രേവി തയ്യാറാക്കാം. ചേരേണ്ട ചേരുവകളെല്ലാം ചേർത്ത് വഴറ്റി എടുക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പരുവത്തിലെത്തും. അതിലേക്ക് 2-3 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. റോസ്റ്റ് രൂപത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിത് കറി രൂപത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കുറച്ച് വേകാൻ അനുവദിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വേകാൻ അനുവദിക്കുക. വെജിറ്റേറിയൻ ബൈറ്റ്സ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഗ്രേവി ആയിട്ടൊന്ന് ചേർന്ന് വരാനുള്ളൊരു സമയം കൊടുത്താൽ മതി. അടച്ചു വെച്ച് വേവിക്കുക. വെജിറ്റേറിയൻ ബൈറ്റ് റോസ്റ്റ് റെഡി. കറിയായിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. കറി വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല വെള്ളം വറ്റിച്ച് എടുക്കുമ്പോൾ റോസ്റ്റായിട്ട് കിട്ടും. ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. പുതിയൊരു വീഡിയോ വരും വരെ ബൈ.